ഈസ്റ്റർ ആയാലും ക്രിസ്തുമസ് ആയാലും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ചിക്കൻ സ്റ്റൂ. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെയൊക്കെ ഒരു കിടിലൻ കോമ്പിനേഷനാണിത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിൽ കറുവപ്പട്ട, ഒരു തക്കോലം, 4-5 ഏലക്കായ, 4 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി സ്പൈസസ് എല്ലാം ചൂടായി പൊട്ടിത്തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ച് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് 1/2 മിനിറ്റ് നന്നായിട്ട് ഇളക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 സവോള കനം കുറച്ചരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നാൽ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. സവോള ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസ് എടുക്കാൻ ശ്രദ്ധിക്കണം. ചിക്കൻ കുറച്ച് തീ കൂട്ടി വെച്ച് 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും മീഡിയം സൈസിൽ വേണം കട്ട് ചെയ്യാൻ, ചെറുതായി പോകരുത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി തേങ്ങാപ്പാലിൻ്റെ 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി കറി ഒന്ന് തിളച്ച് വന്നാൽ അടച്ചു വെച്ച് ചിക്കനും വെജിറ്റബിളുമൊക്കെ കുക്കാകുന്നത് വരെ വേവിക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 3 ഉരുളൻകിഴങ്ങിൻ്റെ പീസ് എടുത്ത് മാറ്റി വെച്ച് ഉരുളൻകിഴങ്ങിൻ്റെ ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. അടുത്തതായി തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേവിക്കരുത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യണം. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാനതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അവസാനമായി 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി അധികം തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യണം. ഈ സമയത്ത് കറി പിരിഞ്ഞു പോകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഇത് കറി പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ആവി വരുന്നത് പോലെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കി 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യ് ചൂടായി കഴിഞ്ഞാൽ 8-10 അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ലൈറ്റ് ബ്രൗൺ കളറായാൽ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് ഈ മിക്സ് ചിക്കൻ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ സ്റ്റെപ്പ് ആരും മിസ് ചെയ്യരുത്. അവസാനം നെയ്യ് ചേർക്കുന്നത് ചിക്കൻ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് കൂട്ടും. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി വെച്ച് മട്ടൺ സ്റ്റൂവും ബീഫ് സ്റ്റൂവും നമുക്ക് റെഡിയാക്കാൻ പറ്റും. ചിക്കന് പകരം
മട്ടനോ ബീഫോ ചേർത്താൽ മതി. ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. താങ്ക്